ഞാനൊരു ആറ്റം ബോംബ് പൊട്ടിക്കുന്നു എന്ന് പറഞ്ഞാണ് രാഹുൽ ഗാന്ധി രംഗത്ത് വന്നത്. ഇപ്പോഴത് ആറ്റം ബോംബ് പോയിട്ട് ഒരു നനഞ്ഞ പടക്കമായി, ഒരു ചെറിയ ഒരു പൊട്ടിത്തെറി പോലും ഉണ്ടാക്കാൻ പറ്റാത്ത ഒരു നനഞ്ഞ പടക്കമായി അത് മാറി എന്ന വിവരങ്ങളാണ് ഏറ്റവും ഒടുവിൽ പുറത്തു വരുന്നത്. ഈ പറഞ്ഞതുപോലെ അദ്ദേഹം ഉന്നയിച്ച ആരോപണങ്ങൾക്ക് അടിസ്ഥാനമായി അദ്ദേഹം ചൂണ്ടിക്കാണിച്ചത് അല്ലെങ്കിൽ അദ്ദേഹം പുറത്തുവിട്ട രേഖകൾ അത് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ്റേതല്ല. തെരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെ വെബ്സൈറ്റിലുള്ള രേഖകളല്ല രാഹുൽ പുറത്തുവിട്ടത് എന്നാണ് ഏറ്റവും ഒടുവിൽ ലഭിക്കുന്ന വിവരം. ഇത് സംബന്ധിച്ച് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പ്രതിപക്ഷ നേതാവ് കൂടിയായ രാഹുൽ ഗാന്ധിക്ക് നോട്ടീസ് കൊടുത്തിരിക്കുക. ഒരു ചെറിയ പദവിയിലല്ല അദ്ദേഹം ഇരിക്കുന്നത്, വളരെ ഉത്തരവാദപ്പെട്ട ഒരു പദവിയിലിരുന്ന് ഒരു ഭരണഘടനാ സ്ഥാപനത്തെ സംശയത്തിൻ്റെ മുൾമുനയിൽ നിർത്തുകയാണ് അദ്ദേഹം ചെയ്തത്. വാസ്തവത്തിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെ ഈ നോട്ടീസ് രാഹുൽ എന്ത് മറുപടി പറയും? ഇനി ആ മറുപടി തെരഞ്ഞെടുപ്പ് കമ്മീഷന് തൃപ്തികരമാകും എന്ന് എനിക്ക് തോന്നുന്നില്ല. അങ്ങനെയെങ്കിൽ തുടർ നടപടികൾ എന്തൊക്കെയായിരിക്കും? രാഹുൽ ഗാന്ധി എന്ന് പറയുന്ന നമ്മുടെ ഓപ്പോസിഷൻ ലീഡർ എന്തോ തെറ്റിദ്ധരിച്ചു വെച്ചിരിക്കുകയാണ്. ഓപ്പോസിഷൻ ലീഡർ എന്ന് പറഞ്ഞാൽ ഒപ്പോസിങ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് അല്ലെങ്കിൽ ഭരണഘടനാ സ്ഥാപനങ്ങൾ, ഭരണഘടനാ വ്യക്തിത്വങ്ങൾ, ഇതിനെയൊക്കെ അധിക്ഷേപിക്കുകയാണ് ഒപ്പോസിഷൻ ലീഡറുടെ ജോലി. അങ്ങനെ ചെയ്യുമ്പോൾ അദ്ദേഹം ഒപ്പോസിങ് ഇന്ത്യയാണ് ഫലത്തിൽ ചെയ്യുന്നത്. അതിൻ്റെ പ്രത്യാഘാതം വലുതായിരിക്കും. പിന്നെ പണ്ടേ അദ്ദേഹത്തിൻ്റെ ഒരു സ്വഭാവമുണ്ട്, ഉത്തരവാദിത്തമെടുക്കാത്ത സ്ഥാനമോഹി. അതാണ് അദ്ദേഹത്തിൻ്റെ ഒരു പ്രത്യേകത. സ്ഥാനം വേണം, പക്ഷെ ആ സ്ഥാനത്ത് ഇരിക്കാൻ തയ്യാറല്ല. എന്നാൽ എല്ലാവരും അധ്വാനിക്കാൻ തയ്യാറല്ല. അത് വ്യക്തി ജീവിതത്തിലും അദ്ദേഹം അങ്ങനെയാണ്, അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ ജീവിതത്തിലും അങ്ങനെയാണെന്ന് നമുക്ക് നോക്കിയാൽ കാണാം. അദ്ദേഹം യാതൊരു ഉത്തരവാദിത്വം എടുക്കാതെ എന്നാൽ ഇതെല്ലാം എൻജോയ് ചെയ്യുന്നത്. മലയാളത്തിലൊരു ചൊല്ലുണ്ട്, അവൻ ഒരു ഉത്തരവാദിത്വം എടുക്കാതെ കാള കളിച്ച് നടക്കുന്നു. അതെ, അദ്ദേഹം വളരെ വളരെ തരം താഴ്ന്നു പോകുന്ന വിധത്തിലാണ് അദ്ദേഹത്തിൻ്റെ ആരോപണങ്ങൾ. പ്രതിപക്ഷ നേതാവ് ആരോപണം ഉന്നയിക്കുമ്പോൾ അത് അവസാന വാക്കായിരിക്കും. ഇന്നത്തെ പ്രതിപക്ഷ നേതാവ് നാളെ ഇന്ത്യയുടെ പ്രധാനമന്ത്രിയാണെന്നുള്ളതാണ് ജനങ്ങൾ കാണുന്നത്. പക്ഷേ ഇദ്ദേഹം ഈ വിധത്തിലൊന്നും എത്തുന്ന ലക്ഷണമില്ല. അദ്ദേഹം എന്നും പരാജിതനായി പോവുകയാണ്. ഇങ്ങനെ പോയാൽ ലീഡർ ഓഫ് ഓപ്പോസിഷൻ എന്നുള്ള ഔദ്യോഗിക പദവി എത്താൻ പറ്റാത്ത 44-ൽ താഴെ എംപിമാരുള്ള ഒരു പാർട്ടിയായിട്ട് വീണ്ടും അധപ്പതിച്ചില്ലെങ്കിൽ അതിശയം. ഇപ്പം അദ്ദേഹം 100ഓളം സീറ്റുകൾ എങ്ങനെയൊക്കെ 9 സീറ്റുകൾ, അതെ, ഇന്ത്യ മുന്നണി ഉൾപ്പെടെയുള്ളവരുമായിട്ട് ചേർന്ന് അദ്ദേഹം ഇങ്ങനെ നിൽക്കുമ്പോൾ അദ്ദേഹത്തിന് പ്രതിപക്ഷ നേതാവ് സ്ഥാനം അലങ്കരിക്കാൻ പറ്റി. അത് ഭാവിയിൽ അദ്ദേഹത്തിന് കഴിയുമോ എന്നുള്ളത് അദ്ദേഹം ഇത്തരത്തിൽ പ്രവർത്തിക്കുകയാണെങ്കിൽ പാടാണ് എന്നുള്ളതാണ് ഉത്തരം. അദ്ദേഹത്തിൻ്റെ ഉത്തരവാദിത്തമില്ലായ്മ കൊണ്ടാണ് AICCയിൽ പ്രസിഡന്റ് സ്ഥാനത്ത് നിന്ന് അദ്ദേഹം മാറിയത്. അദ്ദേഹം പ്രസിഡന്റായിരുന്നെങ്കിൽ രാഹുൽ ഗാന്ധി ശശി തരൂർ പോലും എതിർക്കില്ലായിരുന്നു. രാഹുൽ ഗാന്ധിയാണ് പ്രസിഡന്റ് സ്ഥാനത്തേക്ക് മത്സരിക്കുന്നതെങ്കിൽ അവിടെ ആരും എതിർക്കുക പോലും ഇല്ലായിരുന്നു. അദ്ദേഹത്തിന് ആ പദവി കിട്ടിയത്. പക്ഷെ അദ്ദേഹം അതിനെ ഉപയോഗിക്കാൻ തയ്യാറല്ല. പക്ഷേ ആ പദവിയുടെ എല്ലാ ബെനിഫിറ്റ്സും ഉപയോഗിക്കാൻ വേണം. പ്രതിപക്ഷ നേതാവ് എന്ന് പറഞ്ഞ പദവിയിലും അതുപോലെയാണ് അദ്ദേഹം. ആദ്യം അതിലിരിക്കാൻ തയ്യാറല്ല, പിന്നെ എല്ലാവരും കൂടെ നിർബന്ധിച്ചപ്പോൾ ഇരിക്കാൻ തയ്യാറായി. ഇരുന്നുകൊണ്ട് അദ്ദേഹം ചെയ്യുന്ന പ്രവൃത്തികൾ പ്രതിപക്ഷ നേതാവിന് യോജിച്ചതല്ല. പ്രതിപക്ഷ നേതാവ് ഷാഡോ പ്രൈം മിനിസ്റ്ററാണ് എന്നുള്ളത് അദ്ദേഹം മനസ്സിലാക്കേണ്ടതാണ്. ഇന്ത്യയുടെ ഏറ്റവും വലിയ ഒരു ഡിഫൻഡർ ആയിരിക്കേണ്ട ആളാണ് പ്രതിപക്ഷ നേതാവ്. ജനങ്ങളുടെ ഡിഫൻഡർ ആയിരിക്കുന്ന ആളാണ്. അപ്പോൾ അദ്ദേഹം സർക്കാരിനെ തിരുത്തേണ്ട ആളാണ്. സർക്കാരിനെ തിരുത്തുകയും ജനങ്ങളെ രക്ഷിക്കുകയും ചെയ്യേണ്ട ആളാണ്. അപ്പോൾ ഇതിപ്പോൾ വലിയ ഉത്തരവാദിത്വമാണ്. ഉത്തരവാദിത്തം പ്രധാനമന്ത്രിയേക്കാൾ വലുതാണ്. കാരണം പ്രധാനമന്ത്രിക്ക് ഒരു വലിയ മിഷനറി ഉണ്ട്. അവിടെ കുറേ കാര്യങ്ങൾ അവരെ കൊണ്ട് ചെയ്യിക്കാൻ സാധിക്കും. പക്ഷെ പ്രതിപക്ഷ നേതാവിന് അങ്ങനെയല്ല. അദ്ദേഹം എല്ലാം ചൂഴ്ന്നെടുത്ത് ഓരോ ഭാഗത്തും നോക്കിക്കൊണ്ട് അദ്ദേഹത്തിൻ്റെ സൂക്ഷ്മമായ നിരീക്ഷണവും പഠനവും ഗവേഷണവും ഒക്കെ ആവശ്യമുണ്ട്. അതിൻ്റെ പരിണിതഫലമായിട്ട് വരുന്ന വാക്കുകളായിരിക്കണം അദ്ദേഹത്തിൽ നിന്ന് പുറത്തു വരുന്നത്. ആ വാക്കുകൾക്ക് ഉതകുന്ന പ്രവൃത്തിയായിരിക്കണം അദ്ദേഹം ചെയ്യുന്നത്. ഇവിടെ ഇപ്പോൾ ആരോ പറഞ്ഞു കൊടുത്തു, കുറെ രേഖകൾ കാണിച്ചു കൊടുത്തു, അത് വെച്ച് അദ്ദേഹം എന്തൊക്കെയോ പറയുന്നു. അതെ, അതിനപ്പുറത്തേക്ക് എന്തെങ്കിലും അതിൽ ഉണ്ട് എന്ന് തോന്നുന്നില്ല. അല്ല, നമുക്കറിയാമല്ലോ അദ്ദേഹത്തിൻ്റെ അത്രയും പൊക്കമുള്ള ഒരു കെട്ട് രേഖകളാണ് ഇരിക്കുന്നത്. ഇതിൻ്റെ ആദ്യത്തെ പേജ് പോലും അദ്ദേഹം വായിച്ചിട്ടില്ല എന്നുള്ളത് നമുക്ക് അദ്ദേഹത്തിൻ്റെ
വാക്കുകൾ കേട്ടപ്പോൾ മനസ്സിലാവും. അദ്ദേഹം അതിനൊന്നും മെനക്കെടാത്ത ആളാണ്. ഇത്രയും രേഖകൾ വായിച്ചു ഇത് വെറുതെ ഒരു ഷോയ്ക്ക് വെച്ചിരിക്കുന്നതാണ്. അതെ, ഈ ചില വക്കീലന്മാരെ ഞാൻ കണ്ടിട്ടുണ്ട്, ബുക്കുകളെല്ലാം നിയമപുസ്തകങ്ങൾ ഇങ്ങനെ അടുക്കി അതിനകത്തൊന്നും കാണില്ല. മനോരമ മാതൃഭൂമി പത്രങ്ങളൊക്കെ എടുത്ത് അകത്ത് വെച്ചിട്ട് ബൈൻഡ് ചെയ്ത് വെച്ചിരിക്കുക. ബൈൻഡ് മാത്രം ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ എന്നും അല്ലെങ്കിൽ പിന്നെ ഓരോ CRPC, IPC എന്ന് പറഞ്ഞു അല്ലെങ്കിൽ ഓരോ ലോയുടെ കാര്യങ്ങൾ പറഞ്ഞു ബുക്കുകൾ വെച്ചേക്കും. കോപ്പറേറ്റീവ് ലോ, മെഡിക്കൽ ലോ, അതെന്ന് പറഞ്ഞിട്ടൊക്കെ ബുക്കുകൾ ഇങ്ങനെ വെച്ചേക്കും. കൺസ്യൂമർ ലോ എന്നൊക്കെ പറഞ്ഞ് ബുക്കുകൾ ഇരിപ്പുണ്ടായിരിക്കും. പക്ഷേ ഈ ആശാൻ യാതൊരു പിടിയും കാണില്ല, ഒരു ഗ്രാഹ്യമില്ല. പക്ഷേ ഈ ബുക്കുകൾ അദ്ദേഹത്തിന് ഒരു ആഭരണമായിട്ട് ഇങ്ങനെ നിൽക്കുമെന്നാണ് അദ്ദേഹം പ്രദർശന വസ്തു. അതെ, ഈ വരുന്ന കക്ഷിക്ക് ഇദ്ദേഹത്തിന് ഒരു മതിപ്പുണ്ടാക്കാനായിട്ട് എന്തോ ഒരു വലിയ സംഭവമാണ്. അതുപോലെയാണ് ഒരു കെട്ട് പേപ്പർ ഇങ്ങനെ വെച്ചുകൊണ്ട് ഒരു പ്രസന്റേഷൻ നടത്തിയത്. പ്രസന്റേഷനിൽ ആദ്യം തന്നെ അദ്ദേഹം പറഞ്ഞത് പൊളിഞ്ഞുപോയി, അവിടെ എത്ര മണ്ഡലം ഉണ്ടെന്നുള്ളത് അദ്ദേഹത്തിന് അതെ അതെ മണ്ഡലത്തിന് 7 മണ്ഡലം എന്ന് അറിഞ്ഞുകൊണ്ട് പറഞ്ഞതായിരിക്കും എന്നാണ് എനിക്ക് വിശ്വാസം. അതിൽ 6 ഞങ്ങളാണ് ജയിച്ചതെന്ന് പറയുന്നു. ഒരെണ്ണത്തിൽ വെച്ചിട്ട് ഇങ്ങനെ ഭൂരിപക്ഷം കിട്ടിയെന്നൊക്കെയാണ് പറഞ്ഞത്. അപ്പൊ അവിടെ മുതലേ തെറ്റി. പിന്നെ ഒരു നാക്കുപിഴയാണെങ്കിൽ ഇങ്ങനെ വരില്ലായിരുന്നു, 6 ഞങ്ങൾ ജയിച്ചു എന്ന് പറയില്ലായിരുന്നു. അപ്പൊ ബോധപൂർവം പറഞ്ഞത് തന്നെയാണ്. അത് ബോധപൂർവം പറഞ്ഞതാണ്, അബദ്ധം പറ്റി അങ്ങനെ പറഞ്ഞതല്ല. ഈ സാധനത്തിന് ഒരു കൊഴുപ്പ് കൂട്ടാൻ വേണ്ടി ചെയ്തതാണ്. ഈ പറഞ്ഞു വരുന്ന സാധനത്തിന് കൊഴുപ്പ് കൂട്ടാൻ വേണ്ടി ചെയ്തതാണ്. അല്ല സാർ, സ്വാഭാവികമായിട്ടും നമ്മുടെ ഈ തെരഞ്ഞെടുപ്പ് പ്രക്രിയയിൽ ചില പിഴവുകൾ സംഭവിക്കും. അല്ല, ഇത് 1-2 കള്ളവോട്ടുകളൊക്കെ നടക്കും, അല്ലെങ്കിൽ ഈ പറയുന്ന പോലെ ഡബിളിങ് വരും, ഇങ്ങനെയൊക്കെ സംഭവിക്കാറുണ്ട്. പക്ഷേ ഈ 1 ലക്ഷം വ്യാജ വോട്ടുകൾ, 1 ലക്ഷം കള്ള വോട്ടുകൾ എന്നൊക്കെ പറയുന്നത് അത് വിശ്വസിക്കാൻ അവിടെ പ്രയാസം. അദ്ദേഹം നോക്കിയപ്പോൾ ഈ വോട്ടേഴ്സ് ലിസ്റ്റിനകത്ത് ഇത്തരത്തിലുള്ള കുറേ സാധനങ്ങൾ കടന്നുകൂടിയിട്ടുണ്ട്. അത് ശരിയാണ്. ആ കടന്നുകൂടിയത് പോൾ ചെയ്തിട്ടില്ല. കാരണം അവിടുത്തെ പോളിംഗ് പെർസെൻറ്റേജും ഈ ബാക്കി ഇരിക്കുന്നത് നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലായിട്ട് ഒത്തുപോകുന്നില്ല. ഞാൻ ഇതിൻ്റെ ഒരു കണക്ക് നോക്കുകയുണ്ടായി. ഇതിൻ്റെ കണക്ക് നോക്കി ഈ പറഞ്ഞ മണ്ഡലത്തിൽ മഹാദേവപുരം മണ്ഡലത്തിൽ ബാംഗ്ലൂർ സെൻറ്ററിലെ മഹാദേവപുരം മണ്ഡലം ഈ 8-ൽ 1 ഇതിലാണ് ആരോപണം ഉള്ളത്. ഇതിൽ മാത്രമേ BJP-ക്കാർ ജയിച്ചുള്ളൂ, ഭൂരിപക്ഷം കിട്ടിയുള്ളൂ എന്നാണ് അദ്ദേഹത്തിൻ്റെ പ്രസ്താവന. ആ പ്രസ്താവന ഞാനൊന്ന് എന്തോ ശരിയാണോ തെറ്റാണോ നോക്കാനായിട്ട് ഞാൻ 2003 അസംബ്ലി തെരഞ്ഞെടുപ്പിന്റെ കണക്കൊന്ന് നോക്കി. ആ വോട്ടേഴ്സ് ലിസ്റ്റ് തന്നെയാണ് ഏതാണ്ട് 24-ലും വന്നിരിക്കുന്നത്. വലിയ വ്യത്യാസമൊന്നും വരാൻ വഴിയില്ല. ആ വോട്ടേഴ്സ് ലിസ്റ്റ് പ്രകാരം മഞ്ജുള എസ് എന്ന് പറഞ്ഞ BJP സ്ഥാനാർത്ഥിയാണ് അവിടെ 45,501 വോട്ടിന് ജയിച്ചത്. നാഗേഷ് MH എന്ന് പറയുന്ന കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥി 1,37,000 വോട്ടാണ് ടോട്ടൽ പിടിച്ചത്. അതിനേക്കാൾ 44,501 അവർ കൂടുതൽ ജയിച്ചു കിട്ടി. അപ്പൊ ഇത് ടോട്ടൽ പോൾ ചെയ്ത വോട്ട് രണ്ടും പിന്നെ ചെറിയ 600, 500, 1000 എന്നൊക്കെ പിടിച്ച് കുറെ കക്ഷികളുണ്ട്. അതിന്റെ എല്ലാം കൂടെ വോട്ടിന്റെ ടോട്ടൽ പോൾ ചെയ്ത വോട്ട് ഞാൻ നോക്കി. അപ്പൊ അത് 3,34,615. അപ്പൊ ഞാൻ നോക്കിയപ്പോൾ 3,34,615 എന്ന് പറയുമ്പോൾ അത് 71% പോളിംഗ് നടന്നു. അപ്പോൾ 29% അവിടെ കിടക്കുകയാണ്. അപ്പൊ ഇതിന്റെ 29% എത്രയാണെന്ന് ഞാൻ കണക്കൂട്ടി നോക്കിയപ്പോൾ 1,36,677 വോട്ട് അവിടെ കിടപ്പുണ്ട്. ഇതിനകത്ത് രാഹുൽ ഗാന്ധി പറഞ്ഞ 1 ലക്ഷം ചിലപ്പോൾ കാണും. മരിച്ചുപോയവരുണ്ട്, ഡബിൾ ചെയ്തവരുണ്ട്, നാട് വിട്ടുപോയവരുണ്ട്, മഹാരാഷ്ട്രയിൽ പോയത് കാണും, ബീഹാറിൽ പോയത് കാണും. ഈ 80 പേരൊരു വീട്ടിൽ വന്നതെന്ന് പറഞ്ഞത് അറിയാമല്ലോ. അത് പിന്നെ നമ്മുടെ ബീഹാറിൽ നിന്നും ഒക്കെ വന്ന് അവിടെ പണിയെടുത്ത തൊഴിലാളികളാണ്. അങ്ങനെയാണെങ്കിൽ ഇതൊരു എന്താ പറയുക, ഈ തെറ്റ് സംഭവിക്കുന്നത് മനഃപൂർവ്വമല്ലെങ്കിൽ കൂടി അതിന്റെ ഉത്തരവാദിത്വം തെരഞ്ഞെടുപ്പ് കമ്മീഷന് മാറി നിൽക്കാൻ പറ്റില്ല. അങ്ങനെയെങ്കിൽ ഇത് വോട്ടേഴ്സ് ലിസ്റ്റ് തയ്യാറാക്കിയ ഉദ്യോഗസ്ഥര്, ഈ റവന്യൂ, തദ്ദേശ സ്വയംഭരണ സ്ഥാപനം തുടങ്ങിയ ഉദ്യോഗസ്ഥർ, BLOമാര്, ഇവരെല്ലാവരും ഇതിന് ഉത്തരം പറയേണ്ടവരല്ലേ? തീർച്ചയായിട്ടും. പിന്നെ ഇതിനകത്ത് ഇത് ഇപ്പോഴല്ല പറയേണ്ടത്. ഈ കരട് നമ്മുടെ കരട് പ്രസിദ്ധീകരിക്കുമ്പോഴാണ് ഇത് പറയേണ്ടത്. ഇപ്പൊ അതിൽ രാഷ്ട്രീയ പാർട്ടികൾ കൂടെ ഇതിനകത്ത് അവിടെ ആരൊക്കെ കണ്ടസ്റ്റ് ചെയ്തു അവരെല്ലാം ഇതിനകത്ത് ബാധ്യസ്ഥരാണ്. അവരും കൂടെ ഉത്തരം പറയേണ്ടതാണ്. BJP-യും പറയണം, CPM കോൺഗ്രസും പറയണം. ആരൊക്കെ അവിടെ ഉണ്ടോ, ആരൊക്കെ ഈ ഇലക്ഷനിൽ മത്സരിച്ചോ, ബാംഗ്ലൂർ സെൻട്രലിൽ നിന്ന് മത്സരിച്ചോ, അവരെല്ലാം ഉത്തരം പറയേണ്ടതാണ്. ഇന്ത്യയിലെ ജനങ്ങളോട് അവർ മുഴുവൻ ഉത്തരം പറയണം. ഇലക്ഷൻ കമ്മീഷൻ മാത്രമല്ല, ഇലക്ഷൻ കമ്മീഷന് 1ാമത്തെ ഉത്തരം പറയേണ്ട ആള്, 2ാമത്തെ ഉത്തരം പറയേണ്ട രാഷ്ട്രീയ പാർട്ടികൾ. കാരണം കരട് അവർ പ്രസിദ്ധീകരിക്കുക. അപ്പോൾ അത് നമ്മൾ ഉണ്ടായിരുന്ന നമ്മുടെ പിന്നെ സർവേ ഡിപ്പാർട്ട്മെന്റ് റീസർവേ നടത്തി ഒരു കരട് പ്രസിദ്ധീകരിക്കും. താങ്കൾക്ക് 15 സെന്റ് സ്ഥലമുണ്ട്, അതിൽ എഴുതിയിരിക്കുന്നത് 12 സെന്റ് എന്നാണ്, അല്ലെങ്കിൽ 20 സെന്റ് എന്ന് എഴുതിയിട്ടുണ്ടെന്ന് വിചാരിച്ചു. താങ്കൾ മിണ്ടാതിരുന്നാൽ അത് പിന്നെ ആരെങ്കിലും ചൂണ്ടിക്കാണിക്കുമ്പോൾ നിങ്ങൾക്ക്
പ്രശ്നമായി വരും, ഭവിഷ്യത്തായി വരും. അതെ അതെ. അപ്പൊ നിങ്ങളുടെ ഇപ്പൊ റവന്യൂ ഡിപ്പാർട്ട്മെന്റ് സർവേ ഡിപ്പാർട്ട്മെന്റിന്റെയും കടമയാണ് റീസർവേ നടത്തുക. അതെ, അത് അവർ ചെയ്തു. അതിൽ അപാകത വരുന്നതിന് ഉണ്ടോ എന്ന് നിങ്ങളോട് വ്യക്തിപരമായി ചോദിക്കുന്നതാണ് ഈ കരട് എന്ന് പറയുന്നത്. ഈ കരട് കഴിഞ്ഞ് അവരിത് ഫൈനലൈസ് ചെയ്യും. ഫൈനലൈസ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്ക് മിണ്ടാൻ പ്രൊവിഷൻ ഇല്ല. പിന്നെ ഇത് വേണം നിങ്ങൾ കോടതിയിലൊക്കെ പോയി ഇത് തെളിയിക്കൊണ്ട് വരണം. അത് അങ്ങനെയാണ് ഇങ്ങനെയാണ്, ഞാനിന്ന് നാട്ടിൽ. അപ്പോഴും കോടതി ചോദിക്കും കരട് പ്രസിദ്ധീകരിച്ചപ്പോൾ നിങ്ങൾ എവിടെ പോയിരുന്നോ എന്ന് ചോദിക്കും. പിന്നെ അത് പറയേണ്ടത് കള്ള മെഡിക്കൽ സർട്ടിഫിക്കറ്റ് കൊണ്ടുവരേണ്ടി വരും. അല്ലെങ്കിൽ ഞാൻ വിദേശത്താണെന്നും പറഞ്ഞു വിദേശത്ത് പോയതിന്റെ വല്ലതും കൊണ്ടുവരും, റെക്കോർഡിൽ കൊണ്ടുവരേണ്ടി വരും. എന്നിട്ടാണ് ഇത് നമുക്ക് ക്ലിയർ ചെയ്യാൻ പറ്റുന്നത്. അല്ലെങ്കിൽ എന്തെങ്കിലും സ്യൂട്ടബിൾ എക്സ്ക്യൂസ് നമുക്ക് പറയേണ്ടി വരും. ഇതേപോലത്തെ അവസ്ഥയാണ് ഇവിടെ. ഈ ഇലക്ഷൻ പ്രോസസ്സ് നടന്നപ്പോൾ ഇവരെവിടെ പോയിരുന്നു? ഇവർക്ക് ഗ്രൗണ്ട് ലെവലിൽ ആരുമില്ല. അദ്ദേഹം പറയുന്നത് ഒരു വലിയ ആൾക്കൂട്ടം കർഷകരുടെ അടുത്ത് വന്നു. അവരുടെ വോട്ടുകളൊന്നും ഞാൻ പിന്നെ നോക്കിയപ്പോൾ കണ്ടില്ല. എങ്ങനെയാ കാണുന്നത്? കർഷകരുടെ വോട്ട് താഴത്തെ ലെവലിൽ BJPയുടെ പ്രവർത്തകർ അവരെ കൊണ്ടുപോയി വേറെ വോട്ട് ചെയ്യിച്ചു കാണും. ഇത് മനസ്സിലാക്കാനുള്ള സാമാന്യ ബുദ്ധി അദ്ദേഹത്തിന് ഇല്ലാഞ്ഞിട്ടാണോ എന്താണ് അദ്ദേഹം പറയുന്നതെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. ഇത്തരത്തിൽ അതായത് നമ്മൾ ഒരു ഫുട്ബോൾ കളി, അതിനകത്ത് 2 ഗോളിന് ഒരുത്തൻ ജയിച്ചു, റഫറി ലോങ് പീസിൽ അടിച്ചു, ചീഫ് ഗസ്റ്റ് വന്ന് അവർക്ക് ട്രോഫി കൊടുത്തു കഴിഞ്ഞു. ഒരു 6 മാസം കഴിഞ്ഞിട്ട് ഒരുത്തൻ വന്ന് പഴയ കളിക്കാരൻ വന്ന് പറയുകയാണ് ആ 2 ഗോളും ഫൗളായിരുന്നു, അതുകൊണ്ട് അത് ഞങ്ങൾ അംഗീകരിക്കുന്നില്ല എന്ന് പറഞ്ഞു. ട്രോഫി ഞങ്ങൾക്ക് തിരിച്ചു തരണം, അല്ലെങ്കിൽ ട്രോഫി മറ്റേ ആൾ തിരിച്ചു വാങ്ങിക്കണം എന്ന് പറയുന്ന പോലെയാണ്. നമ്മൾ കളിക്കുമ്പോൾ പറയണം. അതെ, അവിടെയാണ് നമ്മൾ അതിൻ്റെ പറയേണ്ടത്. ഇത് ഫൗളായിരുന്നു, അല്ലെങ്കിൽ നമ്മൾ ക്യാമറ വെച്ച് നമ്മൾ റീചെക്ക് ചെയ്യണം എന്നൊക്കെ പറയേണ്ടത് അപ്പോഴാണ്. അന്ന് പറഞ്ഞില്ല, ലോങ് വിസിലിന് പറഞ്ഞില്ല, ട്രോഫി കൊടുത്തപ്പോൾ പറഞ്ഞില്ല, 6 മാസം കഴിഞ്ഞു എന്ന് പറഞ്ഞാൽ ഇനി അടുത്ത കപ്പിന് നോക്കാം. ഇതാണ് അതിന്റെ ഉത്തരം. ഇത് ഏത് കോടതി പോയാലും കോടതി ഇതേ പറയുള്ളൂ. ഈ കളി കഴിഞ്ഞു, അടുത്ത കപ്പ് വരുമ്പോൾ യൂണിഫോം ഇട്ടുകൊണ്ട് നമുക്ക് അപ്പം നോക്കാം. വാസ്തവത്തിൽ പറഞ്ഞ രാഹുൽ ഗാന്ധിയോട് സഹതാപം തോന്നുകയാണ്. ഇത്രയും പ്രതിപക്ഷ നേതാവായിരുന്നിട്ട് പോലും അദ്ദേഹത്തിന് ഈ നടപടിക്രമങ്ങളും ഈ കാര്യങ്ങളൊന്നും അറിയില്ല. അദ്ദേഹം എന്തൊക്കെയോ ധരിച്ചു വെച്ചിട്ട് ഈ ഇങ്ങനെയൊക്കെ അങ്ങ് പറയുകയും പ്രവർത്തിക്കുകയും ചെയ്യണം. അതിന് ഓശാന പാടാൻ കുറേ മാധ്യമങ്ങളും കുറേ രാഷ്ട്രീയ പാർട്ടികളും അദ്ദേഹത്തിൻ്റെ ഒപ്പം ചേർന്നിരിക്കുന്നു. ഇന്ത്യയുടെ പ്രതിപക്ഷ നേതാവ് എന്നൊക്കെ പറഞ്ഞാൽ തൻ്റെ 24 മണിക്കൂറിൽ ഒരു 10-16 മണിക്കൂറെങ്കിലും ആത്മാഹൂതി ചെയ്യുന്ന പോലെ സമർപ്പിച്ചാൽ മാത്രമേ നടക്കൂ. അല്ലാതെ വിദേശ ടൂർ പോയി, അല്ലെങ്കിൽ ഏതെങ്കിലും ബീച്ചിൽ പോയി കിടന്ന് പിന്നെ തിരിച്ചു വന്ന് ഇവിടെ സൂചിച്ച് നടന്ന് പാർലമെൻറ്റിൽ വന്നിട്ട് കൈയും പുറകോട്ട് കെട്ടി ഇങ്ങനെ കയറി വന്ന് അവിടെ ആരെങ്കിലും എഴുതി കൊടുക്കുന്നത് അപ്പോഴും വായിച്ചാൽ ഇങ്ങനെയൊക്കെ ഇരിക്കും. ഇത് അദ്ദേഹത്തിൻ്റെ സ്ഥിര ശൈലിയാണ്. അദ്ദേഹം ആദ്യം 2000 ഹോംവർക്ക് ചെയ്യുന്നില്ല. ഹോംവർക്ക് ഇല്ല എന്ന് മാത്രമല്ല, പിന്നെ കുറ്റബോധമാണ് ഈ ചെയ്തതിനെ കുറിച്ച്, വെപ്രാളം ഒക്കെയാണ്. അതെ, ഞാനൊരിക്കലും അന്തം വിട്ടുപോയി. നിങ്ങളെല്ലാവരും കണ്ടിട്ടുണ്ടെന്ന് ഉറപ്പാണ്. 2014 അദ്ദേഹം പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ വിമർശിച്ചുകൊണ്ട് അങ്ങനെ തകർക്കുകയാണ് പ്രസംഗം. ആ പ്രസംഗം കഴിഞ്ഞ് അവിടെ ബഹളവും എല്ലാം നടന്നുകൊണ്ടിരിക്കും. ഇദ്ദേഹത്തിന് തന്നെ ഒരു കുറ്റബോധം. ഇദ്ദേഹം ഓടി ചെന്നിട്ട് അദ്ദേഹത്തിനോട് എണീക്കാൻ പറയുകയാണ്. അദ്ദേഹം ഇങ്ങനെ നോക്കുക, എന്താ പ്രതിപക്ഷത്തിരിക്കുന്ന ഒരു ജൂനിയർ MLA വന്നിട്ട് പ്രധാനമന്ത്രിയോട് എണീക്കാൻ പറഞ്ഞു. വളരെ രൂക്ഷമായിട്ട് അദ്ദേഹം നോക്കുന്നത്. അപ്പോൾ ഇദ്ദേഹം എണീക്കുന്നില്ല എന്ന് കണ്ടിട്ട് അച്ഛൻ വെപ്രാളായി, ഉടൻ തന്നെ കെട്ടിപ്പിടിച്ചു. അപ്പോഴാണ് നരേന്ദ്രമോദിക്ക് മനസ്സിലായത് കെട്ടിപ്പിടിക്കാമെന്നാണ്. പിന്നെ ഇങ്ങനെ തോളെ തട്ടി വിടുന്നതാണ്, ചിരിച്ച് തോളെ കെട്ടി വിടുന്നതാണ്. ഇത്തരം ബാലിശമായ പ്രവൃത്തികൾ അദ്ദേഹം ചെയ്യുകയാണ്. ഏത് പാർലമെന്റിൽ ഇരിക്കാൻ അദ്ദേഹത്തിന് അതിനുള്ള അർഹത ആണെങ്കിൽ ഈയിടെ ഒരു ഇത് പറഞ്ഞു, യു ലുക്ക് അറ്റ് മീ എന്ന്. പ്രധാനമന്ത്രി ആണോ എന്ന് എനിക്കറിയില്ല, എന്നാൽ ലുക്ക് അറ്റ് മീ എന്ന് പറഞ്ഞുകൊണ്ട് അങ്ങനെ ഒരു സംസാരിക്കാൻ പാടില്ല പാർലമെന്റ്. യു ലുക്ക് അറ്റ് ദ സ്പീക്കർ, അതെ, യു ടോക്ക് ടു ദ സ്പീക്കർ. അതാണ് പാർലമെന്റിന്റെ നിയമം. അല്ലാതെ നിങ്ങൾ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കി പറയാനുള്ളതല്ല. അതെ, ഞാൻ അങ്ങോട്ടും നോക്കണ്ട, നിങ്ങൾ ഇങ്ങോട്ടും നോക്കണ്ട, നമ്മൾ ഡയസിനെയാണ് നോക്കേണ്ടത്. ഡയസിനാണ് നമ്മൾ അഭിപ്രായം പറയുന്നത്. റെസ്പെക്റ്റഡ് സർ എന്ന് പറഞ്ഞിട്ട് നമ്മൾ പറയുന്നത് ഡയസിനോടാണ്. ഇതുപോലും പ്രതിപക്ഷ നേതാവ് പലപ്പോഴും അറിഞ്ഞുകൂടാത്ത പോലെയാണ് പെരുമാറുന്നത് എന്നുള്ളതാണ് സത്യം. അദ്ദേഹം ഒരു കാര്യം, അദ്ദേഹം ലീഡർ ഓഫ് ഓപ്പോസിഷനാണ്, അല്ലാതെ ലീഡർ ഓഫ് ഒപ്പോസിങ് ഇന്ത്യ അല്ല. അത് അദ്ദേഹം ദയവായി മനസ്സിലാക്കണം. അതെ, കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.